കർത്താവ് എനിക്കൊരു വിഷൻ തന്നു. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷ പ്രാപിക്കും. അന്ന് ഞാനായിരുന്ന ആ കൂട്ടായ്മയിൽ പറഞ്ഞു, എല്ലാവരും യേശുവേ എന്ന് ഉറക്കെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരുമിച്ച് എല്ലാവരും യേശുവേ എന്ന് വിളിച്ചു. അവിടെ കടബാധ്യത വന്നവരുണ്ട്, രോഗികളായി വന്നവരുണ്ട്, പിറ്റേ ദിവസം സർജറിക്ക് വേണ്ടി പോകേണ്ടവരുണ്ട്, ഒക്കെയുണ്ട്. വചനം പറയുന്ന അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കും. ലോകം ദൈവത്തെ ജ്ഞാനത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് പ്രസംഗത്തിന്റെ ഭോഷത്വത്തെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അവന്റെ നാമത്തെ ഒരുമിച്ച് ജനം വിളിച്ചപേക്ഷിച്ചപ്പോ സർജറിക്ക് വേണ്ടി തീരുമാനിച്ചവർ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകാൻ ദൈവം അനുവദിച്ചില്ല. അവർ സൗഖ്യമായി. കടബാധ്യതകൾ ദൈവം മാറ്റി. അത്ഭുതങ്ങൾ ദൈവം അവിടെ നടന്നു. അപ്പോൾ ദൈവം തന്നൊരു നിയോഗമാണ്, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. മൗനമായിരിക്കാനല്ല, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ ആര് വിളിക്കുന്നോ, ആരപേക്ഷിക്കുന്നോ അവൻ ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. ഈ നാമത്തിൽ ആശ്രയിക്കുന്ന ഒരുത്തനും ലജ്ജിക്കത്തില്ല. അത്രമേൽ വലിയവന്റെ നാമത്തെ നമ്മൾ ആരാധിക്കുന്നത്. ശിശുക്കൾക്കും മുല കുടിക്കുന്നവർക്കും ഈ മർമ്മം വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച ഈ മർമ്മം, യേശു എന്ന മർമ്മം നമുക്ക് വേണ്ടി അവൻ വെളിപ്പെടുത്തി. ഈ മർമ്മം നമുക്ക് വെളിപ്പെട്ടത് കൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്.